കൊട്ടിയൂരിലേക്കുള്ള വഴികളെല്ലാം സജീവമായി. ഇനി ഒരു മാസത്തോളമുള്ള ദിനരാത്രങ്ങൾ കൊട്ടിയൂരിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കാണ്. വൈശാഖോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കം കുറിക്കുകയാണ്. നാളെ 29-ന് ഭണ്ണാരം എഴുന്നള്ളത്തിന് ശേഷം സ്ത്രീകൾക്കും അക്കരെ സന്നിധിയിൽ പ്രവേശിച്ചു തുടങ്ങാം, ദർശനം നടത്താം. നാളെ ഭണ്ണാരം എഴുന്നള്ളത്തോടു കൂടി ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ തിരക്ക് വർദ്ധിച്ചു തുടങ്ങും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ലക്ഷക്കണക്കിന് ഭക്തരാണ് കഴിഞ്ഞ ഉത്സവകാലത്ത് കൊട്ടിയൂരിൽ എത്തിച്ചേർന്നത്. ഈ തവണയും ആ നിലയിൽ ഭക്തജനങ്ങളുടെ ഒഴുക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കം ഉണ്ടാകുമെന്ന പ്രതീക്ഷ എന്ന കണക്കുകൂട്ടൽ ദേവസ്വത്തെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ദേവസ്വം അധികൃതരും. അതോടൊപ്പം തന്നെ കൊട്ടിയൂർ ഉത്സവ നഗരിയിലുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനും അതുപോലെ എത്തുന്ന ഭക്തരുടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള വളണ്ടിയർമാരടക്കമുള്ള സംവിധാനങ്ങൾ കൊട്ടിയൂരിൽ ഇതിനകം തന്നെ ഏർപ്പെടുത്തി കഴിഞ്ഞു. തിരക്ക് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ എത്തുന്ന ഭക്തർക്ക് യഥാസമയം ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുമെല്ലാം ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. വിമർശനങ്ങളുണ്ട്, പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ അതെല്ലാം അല്പം മാറ്റിവെച്ച് കിട്ടാവുന്ന സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ദർശനം നടത്തി പൂർത്തിയാക്കി മടങ്ങിപ്പോവുക എന്നുള്ളതാണ് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തരുടെ ഒരു ഇനിയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കങ്ങളെല്ലാം കൊട്ടിയൂരിനെ സംബന്ധിച്ച് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടിയൂരിൻ്റെ ഉത്സവ നഗരി, നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഉത്സവ നഗരി സജീവമായി കഴിഞ്ഞു. ഓടപ്പോസ്റ്റ് ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു. വിവിധ കച്ചവട സ്ഥാപനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട അനുബന്ധമായി എന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയുമോ അതെല്ലാം കൊട്ടിയൂരിൽ ഇപ്പോൾ സജീവമായി കഴിഞ്ഞു. കൊട്ടിയൂരിൻ്റെ വഴികൾ, നാട്ടിട വഴികൾ, കൊട്ടിയൂരിലേക്കുള്ള എല്ലാ വഴികളും സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉത്സവ നഗരിയിൽ നിന്നുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കൊട്ടിയൂരിൽ ഭക്തരുടെ പ്രവാഹം തുടങ്ങിയിരുന്നു. കർണാടകയിൽ നിന്നടക്കം നൂറുകണക്കിന് ആളുകൾ ദിവസവും എത്തിച്ചേർന്നു. നെയ്യാട്ടം ചടങ്ങിനോടനുബന്ധിച്ചും നിരവധി പേരാണ് എത്തിയത്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നല്ല തിരക്ക് അനുഭവപ്പെട്ടു. നെയ്യാട്ടത്തിന് ശേഷം 29-ന് ഭണ്ണാരം എഴുന്നള്ളത്ത് കൂടി കഴിഞ്ഞാലാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ ദർശനാനുമതി. മെയ് 30-ഓടെ അക്കരെ സന്നിധാനം സജീവമാകും. നിശ്ചിത രീതിയിലുള്ള ചടങ്ങുകൾ നടക്കും. കൊട്ടിയൂരിലെ തെരുവുകൾ ഉത്സവത്തെ വരവേറ്റു കഴിഞ്ഞു. ഓംകാരധ്വനികളോടെ നെയ്വ്രതക്കാർ എത്തിച്ചേർന്നത് വ്യാഴാഴ്ചയാണ്. ഉത്സവ നഗരിയിൽ ഓടപ്പു സ്റ്റാളുകളടക്കം നിരന്നു കഴിഞ്ഞു. വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനവും കൊട്ടിയൂരിൽ സജീവമായി. കൊട്ടിയൂർ ഭക്തിസാന്ദ്രമായി കഴിഞ്ഞു. വിവിധ നാടുകളിൽ നിന്നുള്ള വിശ്വാസികൾ, ഭക്തജനങ്ങൾ കൊട്ടിയൂരിലേക്ക് ഒഴുകി തുടങ്ങി. ഉത്സവം ഇന്ന് നെയ്യാട്ടത്തോടുകൂടി ആരംഭിക്കും. നാളെ ഭണ്ണാരം എഴുന്നള്ളത്തിന് ശേഷം അക്കരെ സന്നിധാനത്തും ഉത്സവം സജീവമായ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുന്നേ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള നിരവധി ഭക്തജനങ്ങൾ കൊട്ടിയൂരിലേക്ക് എത്തിത്തുടങ്ങുകയാണ്. അതുപോലെ തന്നെ കൊട്ടിയൂർ വൈശാഖോത്സവ നഗരി സജീവമായി കഴിഞ്ഞു. വിവിധ കച്ചവട സ്ഥാപനങ്ങൾ, ഓടപ്പു സ്റ്റാളുകൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കൊട്ടിയൂരിൽ ഒരുങ്ങിക്കഴിഞ്ഞു, സജീവമായി കഴിഞ്ഞു. ഇനിയുള്ള ദിനങ്ങൾ കൊട്ടിയൂരിനെ സംബന്ധിച്ച് തിരക്കുകളുടെ ദിനങ്ങളാണ്. ഭക്തിസാന്ദ്രമായ ഓങ്കാരധ്വനികളോടുകൂടിയ വിവിധ ചടങ്ങുകളുടെ ദിനങ്ങളാണ്. എന്തായാലും കൊട്ടിയൂർ വൈശാഖോത്സവം ഈ തവണയും നല്ല തിരക്ക് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമേതുമില്ല. കൊട്ടിയൂരിൽ നിന്ന് ജിതിനോടൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.